നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റാൻ ഏത് സുരേന്ദ്രൻ വിചാരിച്ചാലും നടക്കില്ലെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ. ഇത് തികച്ചും ഫാസിസ്റ്റ് ചിന്താരീതി. ലീഗ് കേന്ദ്രത്തിലെ സ്ഫോടനത്തിനു പിന്നിൽ സംഘർഷ ശ്രമമെന്നും എം വി ഗോവിന്ദൻ. പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു. സംഭവം ഗ്യാസ് പൈപ്പ് ലൈൻ കുഴിക്കുന്നതിനിടെ എളയാവൂരിൽ. കൊടും വരൾച്ചയിൽ നഷ്ടമാകുന്നത് ഗ്യാലൻ കണക്കിന് കുടിവെള്ളം. ആളൊഴിഞ്ഞ പറമ്പിൽ മാലിന്യം തള്ളി. പണി കിട്ടിയത് കാനറ ബാങ്ക് തളാപ്പ് ശാഖയ്ക്കും ഫസ്റ്റ് ക്രൈ ബേബി ഷോപ്പിനും. മാലിന്യം തിരിച്ചെടുപ്പിച്ച് പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. വാർത്തകൾ വിശദമായി. സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റാമെന്നത് സുരേന്ദ്രന്റെ ആഗ്രഹം മാത്രമാണെന്ന് എം വി ഗോവിന്ദൻ. ഫാസിസത്തിന്റെ ഭാഗമാണ് ചരിത്രപരമായ പേരുകൾ മാറ്റാനുള്ള ശ്രമം. കേരളത്തിൽ ഒരു ഗണപതി വട്ടവും വിലപ്പോകില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. അനിൽ ആന്റണിക്കെതിരായ വെളിപ്പെടുത്തലിൽ അന്വേഷണം വേണം. നന്ദകുമാർ 100% വിശ്വസിക്കാൻ കൊള്ളുന്ന ആളല്ല. നന്ദകുമാർ പറഞ്ഞെന്ന് കരുതി ആരോപണം തള്ളിക്കളയാനുമാകില്ല. രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് ഉയർന്നത്. സമഗ്ര അന്വേഷണം ആണ് വേണ്ടതെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു. സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം നാക്കാനാണ് സുരേന്ദ്രന്റെ നിർദ്ദേശം എന്ന് പറയുന്നത്. സുരേന്ദ്രൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെ ഇന്ത്യയിലെ പുരാണ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള പേര് നൽകാനും ചരിത്രപരമായ പേരുകൾ ഒഴിവാക്കാനുമുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഫാസിസത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. ഫാസിസം വരുമ്പോഴേ ചിലപ്പോൾ ജയിച്ചാൽ നടക്കൂല. ഫാസിസം വരണം, അല്ലാണ്ട് വെറുതെ ജയിച്ചു എന്നുള്ളതൊന്നും നടക്കാൻ പോകുന്നില്ല. നടക്കാത്ത കാര്യം ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇതൊന്നും വിലപ്പോവില്ല. ഒരു ഗണപതി വട്ടവും വിലപ്പോവില്ല. ഈ നന്ദകുമാറിനെ മുഖവിലക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളല്ല. അവിടെ നന്ദകുമാറിനെ പോലുള്ള ഒരാൾ പറയുന്നത് മുഴുവൻ തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ആവശ്യമായ പരിശോധന നടക്കണം. രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ചില രഹസ്യങ്ങൾ ഉൾപ്പെടെ ചോർത്തി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നടന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. വന്ന കാര്യം വെച്ചുകൊണ്ട് വളരെ ഗൗരവപൂർണമായ പരിശോധന നടക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. 100% നന്ദകുമാറിനെ വിശ്വസിക്കാനും പറ്റില്ല. നന്ദകുമാറാണ് പറഞ്ഞത് എന്നുള്ളതുകൊണ്ട് ഇനി വല്ല വസ്തുതകളാണെന്ന് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് രണ്ടും വെച്ചുകൊണ്ട് വളരെ ഫലപ്രദമായൊരു അന്വേഷണം നടത്തുകയാണ് വേണ്ടത്. നടത്തണം. സംസ്ഥാന പോലീസ് മാത്രമല്ല, ഇത് കേന്ദ്രത്തിൻ്റെയും കൂടി ഭാഗമല്ലേ. എല്ലാവരും അന്വേഷിക്കട്ടെ. ഏജൻസിക്കുടെ യാതൊരു ക്ഷാമവും ഇല്ല. അന്വേഷിക്കട്ടെ. നിങ്ങൾക്ക് ഏതാവേണ്ട വെച്ചാൽ ചേർക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏജൻസിയാണോ ആ ഏജൻസിനെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ഞാൻ ഏത് ഏജൻസി ആയാലും വളരെ ശക്തിയായിട്ട് അന്വേഷിക്കണം എന്നാണ് പറയുന്നത്. സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റാമെന്നത് സുരേന്ദ്രന്റെ ആഗ്രഹം മാത്രമാണെന്ന് എം വി ഗോവിന്ദൻ. ഫാസിസത്തിന്റെ ഭാഗമാണ് ചരിത്രപരമായ പേരുകൾ മാറ്റാനുള്ള ശ്രമം. കേരളത്തിൽ ഒരു ഗണപതി വട്ടവും വിലപ്പോകില്ലെന്നും എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞു. അനിൽ ആന്റണിക്കെതിരായ വെളിപ്പെടുത്തലിൽ അന്വേഷണം വേണം. നന്ദകുമാറിനെ 100% വിശ്വസിക്കാൻ കഴിയുന്ന ആളല്ല. നന്ദകുമാർ പറഞ്ഞെന്ന് കരുതി ആരോപണം തള്ളിക്കളയാനുമാകില്ല. രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് ഉയർന്നത്. സമഗ്ര അന്വേഷണം ആണ് വേണ്ടതെന്നും എം വി ഗോവിന്ദൻ മാഷ് കണ്ണൂരിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കാപ്പ നിയമപ്രകാരം 1 വർഷത്തേക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം ലംഘിച്ച യുവാവിനെ അറസ്റ്റ് ചെയ്തു. തലശ്ശേരി കൊളശ്ശേരി സ്വദേശി മുനവർ ഫൈറൂസിനെയാണ് തലശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. 2018 മുതൽ ന്യൂമാഹി, തലശ്ശേരി സ്റ്റേഷനുകളിലായി 3 NDPS കേസുകളിൽ ഉൾപ്പെട്ട ആളാണ് പ്രതി. ഇയാൾക്കെതിരെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ റേഞ്ച് DIG 1 വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നത് നിരോധിച്ചിരുന്നു. ഉത്തരവ് നിലനിൽക്കെ ജില്ലാ പരിധിയിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്തത്. സബ് ഇൻസ്പെക്ടർ അഷ്റഫ് A, SCPO അനിൽ ആന്റണി, CPO സനോജ് എന്നിവരാണ് പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ലീഗ് കേന്ദ്രത്തിലെ സ്ഫോടനം സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമമെന്ന് എം വി ഗോവിന്ദൻ. ലീഗ് കേന്ദ്രത്തിലെ സ്ഫോടനം ഗൗരവമായി പരിശോധിക്കണം. പാനൂർ സ്ഫോടനവുമായി CPMന് ബന്ധമില്ലെന്നും പാർട്ടിക്ക് ബോംബ് ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്നും എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അക്രമത്തിന് മുതിരുന്ന പാർട്ടിയല്ല CPIM. ഇങ്ങോട്ട് ആക്രമിച്ചാലും തിരിച്ചാക്രമിക്കാറില്ല എന്നും ഗോവിന്ദൻ മാഷ് കൂട്ടിച്ചേർത്തു. പാർട്ടിക്ക് യാതൊരു തരത്തിലുള്ള പങ്കുമില്ല. പാർട്ടി എന്തിനാണ് ബോംബുണ്ടാക്കേണ്ടത്? പാർട്ടിക്ക് ബോംബുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. പാർട്ടി ആക്രമിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചതാണ്. ഇങ്ങോട്ട് ആക്രമിക്കപ്പെടുകയും ഞങ്ങൾ സഹാക്കളെ കൊല്ലുകയും ചെയ്തിട്ടും ഞങ്ങൾ അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ ബോംബുണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? ബോംബില്ല. പിന്നെ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ലീഗ് കേന്ദ്രത്തിൽ ബോംബ് പൊട്ടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ഗൗരവവും പരിശോധിക്കേണ്ടതാണ്. ആ DYFക്കാണ് ചോദിക്കുന്നത്. അതോടല്ല നിങ്ങൾ ചോദിക്കേണ്ടത്. ഞങ്ങൾക്കതിൽ യാതൊന്നും പറയാനില്ല. CPMന്
ബോംബുണ്ടാക്കുകയോ ബോംബ് ഉപയോഗിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും കാര്യം നിർവഹിക്കാനോ ഇല്ല. അത് ഞങ്ങൾ ഇത്രയും കാര്യം പറഞ്ഞുള്ളതാണ്. 27 ആളുടെ നമ്മുടെ സഹാക്കളെ ലിസ്റ്റ് ചെയ്യാൻ കൃത്യമായിട്ട് പത്രസമ്മേളനത്തിൽ എറണാകുളത്ത് കൊടുത്തിയാണ്. ആ 27 സഹാക്കളെ കൊന്നിട്ടും ഞങ്ങളതിന് മറുപടിയായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ജനങ്ങളെ അണിനിരത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പരിപാടി. അത് ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ പ്രവർത്തനം അതുണ്ടാവും സ്വാഭാവികമായിട്ട്. ഇത് ഓടിക്കൂടുമല്ലോ ആളുകൾ. അങ്ങനെ വന്നാൽ ഓടിക്കൂടുന്ന സംഭവത്തിൻ്റെ ഭാഗമായിട്ട് അവരെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പോകുന്ന ആളുകളുണ്ട്. അവരെയൊക്കെയാണ് പ്രതി ചേർക്കുന്നതെന്ന് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പോലീസ് അന്വേഷിക്കട്ടെ എന്ന്. അന്വേഷിച്ച് പോലീസിന് മനസ്സിലാവുന്നതിനനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോട്ടെ. ഞങ്ങളതിലൊന്നും ഇടപെടും. ഞാൻ കേസിലോ അതിൻ്റെ ഭാഗമായിട്ട് ഒരു കാര്യത്തിലോ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. ലീഗ് കേന്ദ്രത്തിലെ സ്ഫോടനം സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമമെന്ന് MV ഗോവിന്ദൻ. ലീഗ് കേന്ദ്രത്തിലെ സ്ഫോടനം ഗൗരവമായി പരിശോധിക്കണം. പാനൂർ സ്ഫോടനവുമായി CPM-ന് ബന്ധമില്ലെന്നും പാർട്ടിക്ക് ബോംബ് ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നും MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അക്രമത്തിന് മുതിരുന്ന പാർട്ടിയല്ല CPIM. ഇങ്ങോട്ട് ആക്രമിച്ചാലും തിരിച്ച് ആക്രമിക്കാറില്ല എന്നും ഗോവിന്ദൻ മാഷ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ക്ഷേത്ര ഭണ്ഡാരം പൊളിച്ച് മോഷണം നടത്തിയ ആളെ പോലീസ് പിടികൂടി. താണ കരുവള്ളിക്കാവിലെ ഭണ്ഡാരം പൊളിച്ച് മോഷണം നടത്തിയ വാരം സ്വദേശി K. പ്രശാന്തനാണ് പോലീസ് പിടിയിലായത്. ഇന്നലെ രാത്രിയിൽ നടന്ന മോഷണത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പിടിക്കാനായത് ടൗൺ പോലീസിന് അഭിമാനകരമായി. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താണ കരുവള്ളിക്കാവിലെ ഭണ്ഡാരം പൊളിച്ച് മോഷണം നടത്തിയ പ്രശാന്തിനെ ടൗൺ പോലീസ് പിടികൂടി. ചൊവ്വാഴ്ച രാത്രി 10:30ഓടെയാണ് സംഭവം. ഇയാൾ മോഷണക്കേസിൽ മുമ്പും പിടിയിലായിട്ടുണ്ട്. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഒരു ദിവസത്തിനുള്ളിൽ പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റാൻ ഏത് സുരേന്ദ്രൻ വിചാരിച്ചാലും നടക്കില്ലെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. ഇത് തികച്ചും ഫാസിസ്റ്റ് ചിന്താരീതി. ലീഗ് കേന്ദ്രത്തിലെ സ്ഫോടനത്തിനു പിന്നിൽ സംഘർഷ ശ്രമമെന്നും MV ഗോവിന്ദൻ. പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു. സംഭവം ഗ്യാസ് പൈപ്പ് ലൈൻ കുഴിക്കുന്നതിനിടെ എളയാവൂരിൽ. കൊടും വരൾച്ചയിൽ നഷ്ടമാകുന്നത് ഗ്യാലൻ കണക്കിന് കുടിവെള്ളം. ആളൊഴിഞ്ഞ പറമ്പിൽ മാലിന്യം തള്ളി. പണി കിട്ടിയത് കാനറ ബാങ്ക് തളാപ്പ് ശാഖയ്ക്കും ഫസ്റ്റ് ക്രൈ ബേബി ഷോപ്പിനും. മാലിന്യം തിരിച്ചെടുപ്പിച്ച് പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITD-യിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITD-യുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. റമദാൻ, വിഷു, ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ.
എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, മൈക്രോവേവ് ഓവൻ തുടങ്ങി ഗൃഹോപകരണങ്ങൾ സൗജന്യമായി. ഒപ്പം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. വർണ്ണവിസ്മയങ്ങളുമായി ഇമ്മാനുവൽ ഒരുക്കുന്നു സവിശേഷമായ റംസാൻ കളക്ഷൻസ്. പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം. കുടുംബസമേതം കിഡ്സ് കളക്ഷനിലെ ന്യൂ ട്രെൻഡുകളുമായി കിഡ്സ് വെയർ സെക്ഷൻ. വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ വൈവിധ്യങ്ങൾ. വരൂ, നേടൂ വൻ വിലക്കുറവിനൊപ്പം കൈനിറയെ സമ്മാനങ്ങളും. ഇമ്മാനുവൽ സിൽക്സ്, ന്യൂ ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. മെഗാ മാൾ, കാഞ്ഞങ്ങാട്. റിയാദ് മാൾ, പയ്യന്നൂർ. മെയിൻ റോഡ്, ഇരട്ടി. എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വാർത്തകൾ തുടരുന്നു. എളിയാവൂരിൽ ഗ്യാലൻ കണക്കിന് കുടിവെള്ളം പാഴാകുന്നു. അഴീക്കോടൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് സമീപം ഗ്യാസ് ലൈൻ കുഴിക്കുമ്പോഴാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. നാട് കടുത്ത വേനലിൽ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുമ്പോഴാണ് ഇത്തരത്തിൽ അശ്രദ്ധ കാരണം ഗ്യാലൻ കണക്കിന് വെള്ളം പാഴായി പോകുന്നത്. കൂടാതെ പൈപ്പ് ലൈൻ എടുത്ത കുഴിയിൽ വാഹനങ്ങൾ താഴ്ന്നു പോകുന്നതും പതിവ് കാഴ്ചയായി മാറുകയാണ്. അദാനി ഗ്യാസ് പൈപ്പ് ലൈൻ കുഴിയെടുക്കാൻ തുടങ്ങിയത് മുതൽ പ്രശ്നങ്ങൾ തുടങ്ങിയതാണ്. ഇന്റർനെറ്റുകൾ വിച്ഛേദിക്കപ്പെട്ടതായിരുന്നു ആദ്യത്തെ സംഭവം. ഒരു ദിവസം മുഴുവനും നഗരത്തിലെ സ്ഥാപനങ്ങളിലടക്കം ഇന്റർനെറ്റ് ഇല്ലാതെ വലഞ്ഞതും വാർത്തയായതാണ്. അതിനുശേഷമാണ് കുടിവെള്ള പൈപ്പുകൾ പൊട്ടിത്തുടങ്ങിയത്. കടുത്ത വേനലിൽ കുടിവെള്ളം പാഴാകുന്നത് അധികൃതർ ശ്രദ്ധിക്കാതിരുന്നത് ജനരോഷം ഇരട്ടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ വാഹനങ്ങൾ ചെളിയിലേക്ക് ആണ്ടുപോകുന്നതും പതിവ് കാഴ്ചയായി മാറി. ടൗണിലും സമീപ പ്രദേശങ്ങളിലും ഗ്യാസ് പൈപ്പ് ലൈൻ ആയി കുഴിയെടുത്തു തുടങ്ങിയിട്ട് മാസങ്ങളായി. ഓരോ തവണയും ഓരോ പ്രശ്നങ്ങളിൽപ്പെട്ട് ജനങ്ങളാണ് വലയുന്നത്. അധികൃതരുടെ നിരുത്തരവാദപരമായ ഇത്തരം പ്രവൃത്തികളിൽ നാട്ടുകാരിൽ ഉണ്ടാക്കിയിട്ടുള്ള അമർഷം ചെറുതല്ല. വികസനവും നൂതന രീതിയിലേക്കുള്ള മാറ്റവും ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിലും സ്വൈര്യ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന പ്രവൃത്തികൾ ഏവരിലും ആശങ്കകൾക്കും ഇടയാക്കിയിട്ടുണ്ട്. ത്വരിതഗതിയിൽ നടപടിയെടുത്തില്ലെങ്കിൽ പ്രതിഷേധം കൂടി വരിക മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. അഖില കേരള ക്ഷേത്ര ദേവസ്വം ഊരാള സഭ AKKDUS 6ാമത് സംസ്ഥാന ഊരാള സംഗമം ഏപ്രിൽ 20 ശനിയാഴ്ച മയിൽ വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ ഗണപതി ഹോമത്തോടെ സംഗമത്തിന് തുടക്കമാവും. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് കുഞ്ഞിമാധവൻ കനകത്തിടം അധ്യക്ഷത വഹിക്കും. എടനീർമഠം സ്വാമി സച്ചിദാനന്ദ ഭാരതി അനുഗ്രഹ പ്രഭാഷണം നടത്തും. പേർക്കുണ്ട് പെരിയമന വാദ്യൻ ഹരിനമ്പൂതിരി മുഖ്യ പ്രഭാഷണം നടത്തും. 150ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന സംഗമത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കും. ചടങ്ങിൽ ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിൽ നിന്ന് സർക്കാരിനെ ഒഴിപ്പിക്കുന്നതിനുള്ള പ്രമേയം അവതരിപ്പിക്കും. ക്ഷേത്ര നടത്തിപ്പിൽ നിന്ന് രാഷ്ട്രീയക്കാർ ഒഴിഞ്ഞു നിൽക്കണം. ക്ഷേത്രം എന്നുള്ളത് പൊതുസ്വത്തല്ല. പലരും ഇന്ന് ഒരു പൊതുസ്വത്തായി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇതിന് കാരണം ക്ഷേത്ര വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടവും ബുദ്ധിമുട്ടുകളും മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെയധികം അസൗകര്യം സൃഷ്ടിക്കുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 2018 ഒക്ടോബർ മാസത്തിൽ വിജയദശമി ദിനത്തിലാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അതിപൗരാണികമായിട്ടുള്ള ക്ഷേത്രങ്ങളുടെ ഉടമ ഊരാളരുടെ, അതായത് പാരമ്പര്യ ട്രസ്റ്റിമാരുടെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ അഖില കേരള ക്ഷേത്ര ദേവസ്വം ഊരാള സഭ പ്രവർത്തനം ആരംഭിച്ചത്. കേരളത്തിലെ ക്ഷേത്രങ്ങൾ നമുക്കറിയുന്നത് പോലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. 90% ക്ഷേത്രങ്ങൾ ദേവനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ക്ഷേത്രങ്ങളുടെ ഭരണം നിർവഹിച്ചു വരുന്നത്, അഡ്മിനിസ്ട്രേഷൻ നിർവഹിച്ചു വരുന്നത് ഉടമ ഊരാളർ അല്ലെങ്കിൽ ഹെറിഡിറ്ററി ട്രസ്റ്റീസാണ്. 1960കളിൽ കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം പ്രാബല്യത്തിൽ വന്നപ്പോൾ ഈ ക്ഷേത്രങ്ങളുടേതായിട്ടുണ്ടായിരുന്ന ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000കണക്കിന് ഏക്കർ സ്ഥലം ഗവൺമെൻറ് ഏറ്റെടുക്കുകയുണ്ടായി. തുച്ഛമായ ഒരു നഷ്ടപരിഹാരമാണ് ആന്വിറ്റി അല്ലെങ്കിൽ വർഷാശനം എന്ന നിലയിൽ ഈ ക്ഷേത്രങ്ങൾക്ക് അന്ന് നിശ്ചയിച്ച് ഇന്നും തുടർന്നു വരുന്നത്. ഇതുമൂലം ക്ഷേത്രങ്ങൾക്ക് അവയുടെ താന്ത്രികവും വൈദികവുമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും അതുപോലെ സമാജത്തിൻ്റെ ധർമ്മകാര്യങ്ങൾ മുന്നോട്ട് നടത്തുന്നതിനും വേണ്ടത്ര ശക്തിയില്ലാതെ വന്നിരിക്കുന്നു. അടുത്ത കാലത്തായി ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയക്കാരുടെ ഒരു ശക്തമായ ഇടപെടലും വന്നുകൊണ്ടിരിക്കുന്നു. ഇത് മുഴുവൻ ഹൈന്ദവ സമൂഹത്തിനും അതുപോലെ പൊതുസമൂഹത്തിനും
വലിയ നഷ്ടമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കുഞ്ഞിമാധവൻ കനകത്തിടം, ജനറൽ സെക്രട്ടറി മാടത്തിൽ മല്ലിശ്ശേരി വാസുദേവൻ നമ്പൂതിരി, മാക്കന്തേരി ദാമോദരൻ നമ്പൂതിരി, പേർക്കുണ്ടി പെരിയമന വാദ്യർ ഹരി നമ്പൂതിരി, ഇരുവിൽ രാംദാസ് വാഴുന്നവർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. CPIM എളയാവൂർ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എടച്ചൊവ്വയിൽ നിർമ്മിച്ച സ്നേഹ വീടിന്റെ താക്കോൽദാന കർമ്മം നടന്നു. AIWA അഖിലേന്ത്യാ പ്രസിഡന്റും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ PK ശ്രീമതി ടീച്ചർ താക്കോൽ കൈമാറി. കേരളത്തിലെ എല്ലാ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വീടില്ലാത്ത ഭൂമിയില്ലാത്തവർക്ക് നമ്മുടെ ഒരു വീടെടുത്തു കൊടുക്കണമെന്ന് ഗവൺമെൻറ് നിശ്ചയിച്ചപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കരങ്ങൾക്ക് കരുത്ത് പകർന്നുകൊണ്ട് ഈ കേരളത്തിലും ഇന്ത്യയിലും തൊഴിലാളി വർഗത്തിനും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ മോചനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഏറ്റവും കരുത്തുറ്റ പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം CPIM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, അതിൻ്റെ സ്റ്റേറ്റ് സമ്മേളനത്തിൽ അന്തരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് സഖാവ് കോടിയേരി സെക്രട്ടറി ആയിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് ഒരു പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് ചെറിയ ഒരു പ്രഖ്യാപനമല്ല. പ്രഖ്യാപനം നടത്തുമ്പോൾ വളരെ ശ്രമകരമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും അത് നടപ്പിലാക്കണം നമ്മൾ എന്ന് തീരുമാനിച്ചപ്പോൾ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്ന ലോക്കൽ കമ്മിറ്റികൾ, ആ ലോക്കൽ കമ്മിറ്റികൾ ഒരു വീടെങ്കിലും ചുരുങ്ങിയത്, ചില സ്ഥലങ്ങളിൽ 2 വീട് എടുത്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ സാധിച്ചു എന്ന് വരില്ല. പണം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇവിടെ തന്നെ സഖാവ് രാജീവൻ പറഞ്ഞു, ഒരേ സമയത്ത് 2 കെട്ടിടം, ഒന്ന് എളയാവൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് വേണ്ടി, മറ്റൊന്ന് നിജിലിന് കുടുംബത്തിന് വേണ്ടി. അപ്പോൾ കുറച്ച് അതൊരു കാലതാമസം എന്നൊന്നും പറയാൻ സാധിക്കില്ല. കാരണം നമ്മൾ ഒരു വീട് എടുത്തു കൊടുക്കുകയാണ്, അതും ഒരു കുന്നിൻ്റെ കുറച്ച് കയറ്റമുണ്ട്. സാധനങ്ങളൊക്കെ അവിടെ എത്തിക്കണമെങ്കിലും നല്ല ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ കുറേ നല്ല ബുദ്ധിമുട്ടുണ്ട്, നമുക്കറിയാം, അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയും. പക്ഷേ ഇത്രയും മനോഹരമായ ഒരു വീട് അല്ലേ, അങ്ങനെ CPIM എടുത്തു കൊടുക്കുന്ന ഒരു വീട് ഇങ്ങനെ തട്ടിക്കൂട്ടി എടുത്തു കൊടുക്കുന്ന ഒരു വീടല്ല. കയറി നോക്കിയവർക്കെല്ലാം ഒരു കാര്യം മനസ്സിലാകും. ചെറുതാണെങ്കിലും, അത് വേണമെങ്കിൽ വിവരപ്പെടുത്താവുന്ന, ചെറുതാണെങ്കിലും അതിമനോഹരമായ നല്ല സൗകര്യപ്രദമായ, ഉള്ളിൽ ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഒരു നല്ല കെട്ടിടം, നല്ലൊരു വീട് നമ്മുടെ നിജിലിനും കുടുംബത്തിനും നമ്മുടെ പാർട്ടി എടുത്തു കൊടുത്തിരിക്കുകയാണ്. K. രാജീവൻ അധ്യക്ഷത വഹിച്ചു. NT സുധീന്ദ്രൻ മാസ്റ്റർ, N. ചന്ദ്രൻ, KP സഹദേവൻ, MK മുരളി, KP സുധാകരൻ, KM സരസ ടീച്ചർ, EP ലത, M. പ്രജിൽ, NB പുരുഷോത്തമൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ആളൊഴിഞ്ഞ പറമ്പിൽ മാലിന്യം തള്ളി സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി മാലിന്യം തിരിച്ചെടുപ്പിച്ച് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. പാമ്പൻ മാധവൻ റോഡിന് സമീപമുള്ള ആളൊഴിഞ്ഞ പറമ്പിലാണ് ഫസ്റ്റ് ക്രൈ, കാനറ ബാങ്ക് റീജിയണൽ ഓഫീസ്, തളാപ്പ് എന്നീ സ്ഥാപനങ്ങളുടെ മാലിന്യം കണ്ടെത്തിയത്. തുടർന്ന് 2 സ്ഥാപനങ്ങൾക്കും 5000 രൂപ വീതം പിഴ ചുമത്തി മാലിന്യം തിരിച്ചെടുപ്പിക്കുകയായിരുന്നു ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ പാമ്പൻ മാധവൻ റോഡിന് സമീപമുള്ള ആളൊഴിഞ്ഞ പറമ്പിലാണ് മാലിന്യം തള്ളിയത്. ഫസ്റ്റ് ക്രൈ, കാനറ ബാങ്ക് റീജിയണൽ ഓഫീസ്, തളാപ്പ് എന്നീ സ്ഥാപനങ്ങളുടെ മാലിന്യമാണ് സ്ക്വാഡ് കണ്ടെത്തിയത്. തള്ളിയ മാലിന്യങ്ങൾ 2 സ്ഥാപനങ്ങളെ കൊണ്ട് നീക്കം ചെയ്യിപ്പിച്ചു. 2 സ്ഥാപനങ്ങളിൽ നിന്നും 5000 രൂപ വീതം പിഴ ഈടാക്കി തുടർ നടപടികൾ സ്വീകരിക്കാൻ കണ്ണൂർ നഗരസഭ, കോർപ്പറേഷന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിർദ്ദേശം നൽകി. അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ ജൈവ അജൈവ മാലിന്യങ്ങൾ പണം നൽകി കൈയൊഴിയുന്നത് നിയമവിരുദ്ധവും പിഴ ചുമത്താവുന്ന കുറ്റവുമാണെന്ന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അറിയിച്ചു. ഇത്തരത്തിൽ മാലിന്യം ശേഖരിക്കുന്നവർ അത് എവിടെയെങ്കിലും ഉപേക്ഷിക്കുന്ന പക്ഷം അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അതാത് സ്ഥാപനങ്ങൾക്ക് മാത്രമായിരിക്കും. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ EP സുധീഷ്, എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയകുമാർ, സ്ക്വാഡ് അംഗം ഷെരിക്കുൽ അൻസാർ എന്നിവർ പങ്കെടുത്തു. ജൂണാംബിക ടീച്ചർ ചാരിറ്റബിൾ ട്രസ്റ്റ് കൾച്ചർ സെന്ററും ഏച്ചൂർ വെസ്റ്റ് UP സ്കൂളും സംയുക്തമായി അവധിക്കാലം 24 എന്ന പേരിൽ പൊതുവിജ്ഞാന അവബോധം വളർത്തുന്നതിനായി വായനാ ചലഞ്ചും ക്വിസ് ക്ലബ്ബും പരിപാടി സംഘടിപ്പിച്ചു. സംസ്ഥാന ലൈബ്രറിയൻ അവാർഡ് ജേതാവ് ബിനോയ് മാത്യു വായനാ ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു. ആ പുസ്തകം ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഏകദേശം 1 ലക്ഷം പുസ്തകങ്ങൾ ഇതിനിടയിൽ വിൽക്കപ്പെട്ടു. പണ്ട് എഴുതിയ ഒരിക്കൽ എന്ന് പറഞ്ഞൊരു പുസ്തകം, N. മോഹനൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അത് എഴുതിയത്. ഒരു കഥയാണ്, ഒരു മനോഹരമായിട്ടുള്ള ഒരു ചെറു നോവലാണ്. ആ പുസ്തകവും അടുത്ത കാലത്ത് ഇൻസ്റ്റാഗ്രാമിലൂടെ ഭയങ്കര വൈറലായി. അതിൻ്റെയും ഏകദേശം 1 ലക്ഷം കോപ്പികൾ അടുത്ത കാലത്ത് ആൾക്കാർ വായിച്ചു. ഫ്രാൻസിസ് എട്ടിക്കോര എന്ന് പറഞ്ഞ TD രാമകൃഷ്ണൻ്റെ ഒരു പുസ്തകം, അതും അടുത്ത കാലത്ത് ഭയങ്കര പോപ്പുലറായി.
ഇത് ഇവിടെ മലയാളത്തിൽ മാത്രമല്ല, ഹോളി ജാക്സൺ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ, കാരൻസിൻ്റെ ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങൾ, കോളിൻ ഹൂവറുടെ ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങൾ, ഇതൊക്കെ അടുത്ത കാലത്ത് ഭയങ്കരമായിട്ട് വായിക്കാൻ തുടങ്ങി ആൾക്കാർ വായിക്കുന്നത്. വായനയുടെ ഒരു കണക്ടിവിറ്റിയാണ്. സോഷ്യൽ മീഡിയയിലൂടെയാണ് പുസ്തകത്തെ പറ്റി അറിഞ്ഞപ്പോൾ വായിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ഇപ്പോൾ ഒരു ബുക്ക്, ഈ ഒരിക്കൽ എന്ന് പറഞ്ഞ ബുക്ക് ഒരു ദിവസം രസകരമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ലൈബ്രറിയിൽ 2 കോപ്പിയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു ദിവസം ആ ബുക്ക് ചോദിച്ച് വന്നവരുടെ എണ്ണം 16 പേര് വന്നു. ഒരിക്കലുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വായന ഭയങ്കരമായി തിരിച്ചു വരുന്നുണ്ട് കേട്ടോ പുതിയ കാലത്ത് വായിക്കുന്നത് കൊണ്ട്. അപ്പം ഞാൻ ഇതിനിടയിൽ ഒരു കുട്ടി, ഈ അവധിക്കാലം കളിക്കൊപ്പം കൂടെ കൂട്ടാം പുസ്തകങ്ങളെയും എന്ന ക്യാപ്ഷനോടെയാണ് പൊതുവിജ്ഞാന അവബോധം വളർത്തുന്നതിനായി വിജ്ഞാനവേദി രൂപീകരിച്ചത്. വായന ചലഞ്ചിനെ 3 രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ഏപ്രിൽ 10 മുതൽ മെയ് 31 വരെ പ്രീമിയം, സൂപ്പർ മെഗാ ചലഞ്ചുകൾ ആയാണ് നടത്തുന്നത്. ജൂണാംബിക ടീച്ചർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ലൈബ്രറി വിഭാഗമായ ജൂണാസ് റീഡിംഗ് വേൾഡിന്റെയും ഏച്ചൂർ വെസ്റ്റ് UP സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വായനാ ചലഞ്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഗ്രന്ഥശാലയിൽ അംഗത്വമുള്ള കുട്ടികൾക്കും പുതുതായി അംഗത്വം നേടുന്ന കുട്ടികളെയും താല്പര്യമുള്ള മുതിർന്നവരെയും പങ്കെടുപ്പിച്ചാണ് ചലഞ്ച് നടത്തുക. മത്സരത്തിൽ പങ്കെടുക്കുന്നവർ 25 പുസ്തകങ്ങൾ വായിക്കുന്ന പ്രീമിയം ചലഞ്ചോ, 45 പുസ്തകങ്ങൾ വായിക്കുന്ന സൂപ്പർ ചലഞ്ച്, 60 പുസ്തകങ്ങൾ വായിക്കുന്ന മെഗാ ചലഞ്ച് ഇഷ്ടപ്രകാരമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ചലഞ്ച് പൂർത്തിയാക്കുന്നവരെ മാത്രമേ വിജയികളായി പ്രഖ്യാപിക്കുകയുള്ളൂ. മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് 10ലധികം നിബന്ധനകളും നൽകിയിട്ടുണ്ട്. നിത്യേന പത്രം വായിച്ചു നേടുന്ന അറിവുകൾക്കായാണ് ക്വിസ് ക്ലബ്ബ് രൂപീകരിച്ചിട്ടുള്ളത്. ചോദ്യങ്ങളായി വരാവുന്ന പത്രവാർത്തകളെ അടിസ്ഥാനമാക്കി ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നതാണ് രീതി. മെഗാ ചലഞ്ച് വിജയികൾക്ക് വിസ്മയ വാട്ടർ തീം പാർക്കിലേക്കുള്ള ഫ്രീ എൻട്രിയാണ് ട്രസ്റ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പൊള്ളുന്ന ചൂടിൽ ആശ്വാസമായി കേരളത്തിൽ 2 ദിവസം ഇടിമിന്നലോടെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. നാളെയും മറ്റന്നാളും സംസ്ഥാനത്തെ 14 ജില്ലകളിലും മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. മഴയ്ക്കൊപ്പം ഇടിമിന്നലും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. ഇന്ന് പാലക്കാടിന് പുറമെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. 14-ാം തീയതി 5 ജില്ലകളിലാണ് മഴ സാധ്യത പ്രവചിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് മഴ പ്രവചനം. അതേസമയം കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ 0.5 മുതൽ 1.4 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിനാൽ വേഗത സെക്കൻഡിൽ 20 സെന്റിമീറ്ററിനും 40 സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരുവാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചു. തെക്കൻ തമിഴ്നാട് തീരത്തും രാത്രി 11:30 വരെ 0.5 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. വേഗത സെക്കൻഡിൽ 20 സെന്റിമീറ്ററിനും 45 സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരാമെന്നും മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ, ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സ്വർണ്ണ വെള്ളി നിരക്ക്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റാൻ ഏത് സുരേന്ദ്രൻ വിചാരിച്ചാലും നടക്കില്ലെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. ഇത് തികച്ചും ഫാസിസ്റ്റ് ചിന്താരീതി. ലീഗ് കേന്ദ്രത്തിലെ സ്ഫോടനത്തിനു പിന്നിൽ സംഘർഷ ശ്രമമെന്നും MV ഗോവിന്ദൻ. പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു. സംഭവം ഗ്യാസ് പൈപ്പ് ലൈൻ കുഴിക്കുന്നതിനിടെ എളയാവൂരിൽ. കൊടും വരൾച്ചയിൽ നഷ്ടമാകുന്നത് ഗ്യാലൻ കണക്കിന് കുടിവെള്ളം. ആളൊഴിഞ്ഞ പറമ്പിൽ മാലിന്യം തള്ളി. പണി കിട്ടിയത് കാനറ ബാങ്ക് തളാപ്പ് ശാഖയ്ക്കും ഫസ്റ്റ് ക്രൈ ബേബി ഷോപ്പിനും. മാലിന്യം തിരിച്ചെടുപ്പിച്ച് പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.